ഏത് നമ്മുടെ മറ്റേ ഏത് പറയാ നമ്മുടെ ആദ്യത്തെ ഓട്ടോറിക്ഷ യാത്ര. ഹായ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ അനൂപൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ കളമെഴുത്ത് പാട്ട്, തോറ്റം പാട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ 2 ദിവസമായിട്ട് അത് നടക്കുകയാണ്. ഇഷ്ടമായോ? ഡാൻസ് ചെയ്യുന്നോ ഓട്ടോറിക്ഷ? അപ്പോൾ ചൂച്ചു ആദ്യമായിട്ടായിരുന്നു ഓട്ടോറിക്ഷയിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അവന്. നല്ല കുലുക്കെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 9 വർഷത്തോളമായിട്ട് ഞാൻ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ആ ഒരു സമയത്ത് നാട്ടിലുണ്ടാവാറില്ല. ഇതിനു മുമ്പ് ഞങ്ങൾ പൂനെയിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഈ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് സാധാരണ ഇത് ഉണ്ടാവാറ്, ഈ ഒരു ഉത്സവം അല്ലെങ്കിൽ കളമെഴുത്ത് പാട്ടെന്നൊക്കെ പറയും. അപ്പോൾ അത് ആ ഒരു സമയത്ത് സാധാരണ രീതിയിൽ അടുത്ത അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പൂനെയിലൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വരാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് PTM അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സ്കൂള് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഉണ്ടാവാറില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും വരാം, എല്ലാവരെയും കാണാം. അതുപോലെ എൻ്റെ വളരെ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ കാണുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് വീട്ടിലേക്ക് പോയി. ബ്രദറിൻ്റെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഇവരായിട്ട് കളിക്കുക എന്നുള്ളത്. സമ്മർ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും കൂടെ എൻ്റെ 2 ബ്രദേഴ്സിൻ്റെ കുട്ടികളും ഒക്കെ കൂടി ആകുമ്പോൾ മൊത്തത്തിൽ 6 കുട്ടികളുണ്ട്. 5 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ആയിട്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ അവരുടെ ആക്ടിവിറ്റീസും കളിക്കലും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇത് 2 ദിവസമായിട്ട് നടക്കുന്ന ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചെറിയൊരു കുടുംബക്ഷേത്രമാണ്. എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും ഇങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അനൂപേൻ്റെ അവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ ആനപ്പൂരം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുക. പക്ഷേ ഇവിടെ ഈ ഒരു രീതിയിലാണ് സാധാരണ രീതിയിൽ നടക്കാറ്. അപ്പോൾ അതേ കണ്ടോ, കളം വരയ്ക്കലും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ നല്ല സമയം ഒക്കെ എടുത്തിട്ടാണ് ഇതുപോലെയുള്ള കളം കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് മുത്തപ്പൻ്റെയും പണിക്കരച്ചൻ്റെയും കൂടിയിട്ടുള്ളൊരു കളമാണ് വരയ്ക്കുന്നത്. ഇനി തുള്ളൽ കാര്യങ്ങൾ, തുള്ളിയതിന് ശേഷം കളം മായ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ വടക്കൻ കേരളത്തിലുള്ള ഒരു മുത്തപ്പൻ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ. അതായത് ഇപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പറശ്ശിനിക്കടവിലുള്ള മുത്തപ്പൻ സങ്കല്പം അത് വേറെയാണ്. ഇവിടെ എന്ന് പറയുന്നത് മുത്തപ്പൻ എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ കുടുംബത്തിലെ കാരണവർ എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത് കോമ്പാറ പടിഞ്ഞാറൂട്ട് അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഈ പരിപാടികൾ
എത്തുന്നത്. അതായത് ഈ രണ്ട് കളം കൂടെ ഒരുമിച്ച് പിന്നെ വിഷ്ണുമായ, പണിക്കരച്ചൻ, ദേവിയുടെ കളം, അങ്ങനെ വേറെയും കളങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടാണ് കണ്ടോ വിഷ്ണുമായ, അങ്ങനെ ഓരോ കാര്യങ്ങളും പല സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത്. ഓരോ സ്വാമികളെയും പല സ്ഥലങ്ങളിലായിട്ടാണ് ഇരുത്തിയിരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് എല്ലാവരുടെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് ഈ ഒരു പരിപാടികൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കടലക്കറി ഇതേ അടുപ്പിൽ വെച്ചിട്ട് റെഡിയാക്കുന്നുണ്ട്. തൃശ്ശൂർ സ്റ്റൈലിലുള്ള കടല കുത്തിക്കാച്ചി ഇതാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ അമ്പലത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണെന്ന് എല്ലാവരും പറയാറുണ്ട് വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും. അതുപോലെ ഓട്ടട, തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഓട്ടട, കട്ടിയിൽ ഉണ്ടാക്കി പരത്തിയെടുക്കുന്ന ആ ഒരു ഓട്ടട ഉണ്ടല്ലോ അത്, പിന്നെ പുട്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുക. ഓരോ ദൈവങ്ങൾക്കും വേറെ വേറെ രീതിയിൽ, അതായത് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് തുള്ളി വരുന്ന സമയത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നിവേദിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ത്രീകളൊക്കെ കൂടി ആണ് ഉണ്ടാക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഇപ്പം അമ്മ ഉണ്ടാക്കുന്നുണ്ട്, പുട്ടിൽ പൊടിയൊക്കെ നിറയ്ക്കുന്നുണ്ട്. അതുപോലെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്നവർ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇവിടെ കളം വരയ്ക്കൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചില കളങ്ങൾ രൂപക്കളങ്ങളായിരിക്കും, അതായത് വിഷ്ണുമായയുടെയൊക്കെ നല്ല രൂപക്കളങ്ങൾ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ക്ഷേത്ര പരിസരം നല്ല രീതിയിൽ പൂക്കളൊക്കെ വെച്ചിട്ട്, മാലകളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കുരുത്തോലേക്ക് ഇട്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ തുള്ളി വന്നതിന് ശേഷം ഈ കളം മായ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും. അതിൻ്റെ ഒപ്പം പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് ദൈവത്തിന് വേണ്ടിയിട്ടാണോ തുള്ളുന്നത് അവരെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു പാട്ടിൽ പറയാട്ടോ. അപ്പോൾ കളം കയ്യേൽക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ മുത്തപ്പൻ്റെ കളത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളവർ ആണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും ആദ്യം തന്നെ കളം കയ്യേൽക്കുക എന്നുള്ളൊരു പരിപാടി കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. പിന്നെ ഇതിനോടനുബന്ധിച്ച് അന്നദാനം അതുപോലുള്ള കാര്യങ്ങൾ 2 ദിവസവും 3 നേരങ്ങളിലായിട്ട് അതുപോലുള്ള കാര്യങ്ങൾ, വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. അതുപോലെ ഇതുപോലുള്ള വേറെ, അതായത് ഇതുപോലുള്ള തുള്ളൽ കാര്യങ്ങൾ, വിഷ്ണുമായയുടെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അതേ നന്ദു, ചൂച്ചു, ഞാനും എല്ലാവരും ഇതുപോലെ ദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് തുടങ്ങുക കേട്ടോ. അപ്പോൾ എനിക്കും ഒരുപാട് വർഷത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയായിരുന്നു ഇതെല്ലാം പറഞ്ഞു തന്നത്. അപ്പോൾ മുത്തപ്പൻ്റെയും പണിക്കരച്ചൻ്റെയും തോറ്റമ്പാട്ട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് വരാൻ കാരണം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മുടെ ഒരു കൾച്ചർ മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു അവസരം കൂടിയല്ലേ. Baanagan
മുന്നമ്മതയുടെ ായിരിക്കുന്നല്ലോ പടിഞ്ഞാറോട്ട് വാഴുന്ന ആനില്ലന്തരയുടെ നല്ലൊരു തറവാടും ായിരിക്കുന്നല്ലോ പടിഞ്ഞാറോട്ട് വാഴുന്ന താനില്ലന്തരയുടെ തറവാടുമല്ലോ പണ്ടേക്കും പണ്ട് കാലത്ത് സന്ധ്യത്തിൽ കാട്ടുവാനുമോ മൂറ്റം പഠിക്കുവാനും പാടില്ല അർത്ഥമില്ലാതുകൊണ്ട് പാചാലക്കരെ പ്രദേശത്ത് നിൽക്കുന്നു ഒന്നല്ലോ ശ്രീയോലമ്പളന്യാവിനെ കണ്ടു മരം തെളിഞ്ഞു കുട കൊടുത്തു താലിയാക്കി കൊണ്ടുപോരെന്ന് പറഞ്ഞാറോട്ട് വാഴുന്ന താലില്ലെന്നവിടെ തറവാട്ടിങ്കിൽ വാഴരുന്നൊരു കാലത്ത് വർഷക്കാലം ഒരുമിച്ചു പ്രാർത്ഥം പുലർത്തും പറയിരിക്കുന്നു ഒരു കാലത്ത് ഒരു ദിനം യോഗിയ പുരുഷൻ പറഞ്ഞു ഇങ്ങനെ പോയെന്ന് വന്നാലേ ഒട്ടും മഴകല്ല കന്യാവേ നമ്മുടെ അറ്റകാലത്ത് ഉറ്റോദാഹത്തിനും പാൽകഞ്ഞീരുവാനും ഭാഗമായിൽ അന്നം തരുവാനും മുറ്റത്ത് പിന്നിക്കാനും വച്ചു ഓടിച്ചാടി കളിക്കുന്നതോ കാണുവാനോ സന്തതി നേരത്ത് കന്യായിരിക്കുന്നല്ലോ 40 ദിവസത്തെ പൊയ്യടിമ വചന ശുദ്ധങ്ങളൊക്കെ ദിവസം പോലെ അക്ഷരമായിരിക്കുന്നു അക്ഷരാവിദ്യ പഠിക്കുവാനുള്ള ഒരുക്കുന്ന പാടുകൾ എടുക്കുന്നല്ലോ പാഠമാക്കി കരുതി വെച്ചു തെയ്യുണ്ണി മകനായിരിക്കുന്നല്ലോ അക്ഷരാവിദ്യ പഠിക്കുവാൻ വഴിയാടി പോകുന്ന കാലം ിൽ ഇറക്കി വെച്ചു ചെറിയ കൂട്ടം മാഠാചാരം
പാടുന്ന തങ്ങളുടെ വഴിയാണ് വഴിവേറുന്നോർ കാലത്ത് ായിരിക്കുന്ന പണിയാറോട്ട് കാണുന്ന താരില്ല കൈയുടെ നാട്ടിൽ വന്ന് അരയുന്നല്ലോ അച്ഛന്മാരായിരിക്കുന്നു ഇടമാകെ വന്നു അറിയുന്നല്ലോ വന്ന് ചോദിച്ചു അല്ലോ എന്റെ മകനെ നീ അക്ഷരാവിദ്യ പിടിക്കുവാൻ പോയിട്ട് എന്തെല്ലാം പിടിച്ചു മകനേതെല്ലാം പിടിച്ചു മകനെ ചെയ്യുന്നു പഠിച്ചുള്ള ഗ്രന്ഥങ്ങളെടുത്ത് വിട്ടു മുടിയുടച്ചു വാങ്ങി വായിച്ചു നോക്കും വലിയുള്ള നിരത്തെടുത്ത് നിരമായ ഇന്ദ്രായുധം മുടിഞ്ഞു വിടമോ മന്ത്രായുധം ജയിച്ചവിടം തൃശമൂർത്തികളെ കൊണ്ടുപോവാം തിരുവഞ്ചിക്കുളത്തപ്പൻ ശ്രീ മഹാദേവനെ കൊണ്ടുള്ള വീശുന്ന പുരാണങ്ങളൊക്കെ ചൊല്ലി ഏൽപ്പിക്കുമ്പോ അച്ഛൻ മാതാവിനെന്ന് നമ്മുടെ തെയ്യുണ്ടീമാരായിരിക്കുന്നല്ലോ അക്ഷരാവിദ്യയിൽ കരാചരി പോയല്ലോ എന്നും പറഞ്ഞു നിൽക്കുമ്പോ കെടുത്ത അന്നാടുകൾ കഴിഞ്ഞല്ലോ മുന്നാടുകൾ കഴിഞ്ഞു മകനായിരിക്കുന്നു 10-16 ഇളമയസുകാലപ്രായം വന്ന് ഏരിടത്ത് ഒരു നേരത്ത് തെയ്യുണ്ണി മകൻ പറഞ്ഞു അല്ലയോ എന്റെ അച്ഛൻ മാതാവേ എനിക്ക് എഴുവേടാണെന്ന ഇളം വയസ്സുകാലത്ത് പിടിച്ചുള്ള അക്ഷരാവിദ്യകളൊന്നു മതിയായെങ്കിലോ മതി പോരാ എനിക്കായിരിക്കുന്നല്ലോ പരദേശത്ത് പോകണം ഗണപതി മന്ത്രമാസം പഠിക്കണം വീട്ടിൽ കൊണ്ട് ഭഗവതിയെയും തറവാട് പടിഞ്ഞാറോട്ട് പാടുന്ന താരില്ല നിങ്ങളുടെ തറവാട് നോക്കി വഴിയാൽ വഴി പോകുന്നപ്പോ
അതിൽ പപ്പടം വയ്ക്കണം, പപ്പടം വയ്ക്കണം സിന്ധു. പപ്പടം അങ്ങനെ തുള്ളലും അതായത് തോറ്റമ്പാട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങണം, ഞാൻ അനുപേണ്ണും കൂടെ. അപ്പോൾ അനുപേട്ടൻ നാളെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകും. കുട്ടികൾക്ക് സ്കൂളിൽ PTM ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം PTMന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകുന്നത് അനുപേണ്ണാണ്. ഞങ്ങളിപ്പോൾ നാട്ടിലാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സെൻറ്റ് ജോസഫ് കോളേജാണ്, സെൻറ്റ് ജോസഫ് വിമൻസ് കോളേജ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് സെൻറ്റ് ജോസഫ് കോളേജ് കിട്ടുക. അപ്പോൾ കുറേ പേരൊക്കെ കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരിഞ്ഞാലക്കുട എവിടെയാണ് വീടെന്നൊക്കെ. അപ്പോൾ ഇരിഞ്ഞാലക്കുട കോമ്പാറയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യണത്, അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മുടെ ആശ തീരും.
അപ്പോൾ ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയുള്ള MCP സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് കോഴിയട വാങ്ങിക്കാറ്. ഇരിഞ്ഞാലക്കുട എൻ്റെ അറിവിൽ ഇവിടെയാണ് കോഴിയട കിട്ടുന്നത് കേട്ടോ. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, പക്ഷേ ഈ പ്രാവശ്യം വാങ്ങിച്ച കോഴിയട അത്രയ്ക്ക് മുന്നത്തെ അത്ര ഒരു ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ല ചൂടല്ലേ, ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഒരു കഫേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അങ്ങോട്ടൊന്ന് കയറിയതാണ്. ഇരിഞ്ഞാലക്കുടക്കാർക്ക് അറിയുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഒരു ഉള്ളിവടയും കൂടെ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തു. പക്ഷേ ഉള്ളിവടയിൽ ഉള്ളി എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായിരുന്നില്ല. പേരിന് പോലും ഉള്ളി ഉണ്ടായിരുന്നില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഞങ്ങളവിടെ പറയുകയും ചെയ്തത്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞിട്ട് പോകാറുണ്ടെന്ന്. അങ്ങനെ അവിടെ നിന്ന് അത് കഴിച്ച് അങ്ങനെ ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള തുള്ളൽ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വിഷ്ണുമായ തുള്ളൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അതുപോലെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.